നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫുൾ കുർത്ത എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്ന് കേട്ടോ. അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് അളവെടുക്കാനും അതെങ്ങനെയാണ് കട്ട് ചെയ്യാനും അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകാം കേട്ടോ. ഒരു ഫുൾ കുർത്ത ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ ഇത് കാണുമ്പോഴത്തേക്കും. അപ്പം നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യാം കേട്ടോ. നമുക്കില്ലേ ആദ്യം നമ്മൾ എടുക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എടുത്തത് ഒരു സാരിയാണ്. ഈ സാരി നമുക്കൊന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നാലായിട്ട് ഫോൾഡ് ചെയ്യേണ്ടത് അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെയാണല്ലോ ഈ സാരി ഉണ്ടാവുക. ഈ സാരി നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇതിന്റെ സെന്റർ ഭാഗത ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. അപ്പൊ നാലായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് നമുക്ക് നെക്കിനൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കാണിച്ചു കേട്ടോ. ആദ്യം നമുക്കില്ലേ എത്രയാണോ നമ്മുടെ ഷോൾഡറിന്റെ ലെങ്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഷോൾഡറിന്റെ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഷോൾഡറിന്റെ കളവ് എടുക്കുക എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കണേ. ഷോൾഡറിന്റെ ലെങ്ത് ഞാനൊരു 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഹോളിന്റെ ലെങ്ത് ഞാനൊരു 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാന്നുള്ളത്, ചെസ്റ്റിന്റെ റൗണ്ട് ഞാനൊരു 9.5 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റ് റൗണ്ട് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഞാനൊരു 8 എടുക്കുന്നത്. അത് ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇനി സ്ലിറ്റ് വരേണ്ട ഭാഗം ഉണ്ടല്ലോ, അത് എത്രയാ നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 16 സ്ലിറ്റിന്റെ ഭാഗം അടയാളപ്പെടുത്താനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിന്റെ ഭാഗം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം കേട്ടോ. കുർത്തന്റെ ലെങ്ത് നമ്മളൊരു 45 അടയാളപ്പെടുത്തിയത് ഉണ്ടോ. ഞാൻ ഈ സൈഡിലൂടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. തയ്യൽ തുമ്പ് ഞാന് ഒരു 1.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം, 1.5. ഇപ്പൊ നമ്മൾ ഒരു കുർത്തയ്ക്ക് വേണ്ട അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന്റെ ആ ഷേപ്പിലൊന്ന് ഒരു ഇഞ്ച് ആം ഹോളിന്റെ ഒരു ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്കിന്, ഫ്രണ്ട് നെക്കിലേക്ക് എത്ര ലെങ്ത് വേണം നോക്കാം. ഞാനൊരു 6 മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്ക്വയർ നെക്ക് ആട്ടോ ചെയ്യാൻ പോകുന്നത്. 6 മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. ഞാനിതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ ലെങ്ത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് നെക്കിന്റെയും ബാക്ക് നെക്കിന്റെയും മെഷർമെന്റ് വെവ്വേറെ ആണെങ്കിൽ ഈ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം, ഏറ്റവും നല്ലത്. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.